സാധാരണ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നാലുണ്ടല്ലോ ഉടനെ തന്നെ അടുത്ത പണിയിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ ഒരു പതിവ്. ഇന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ പിള്ളേർ വീട്ടിലുണ്ട്, കുട്ടിസിനാണെങ്കിൽ കിടന്നുറങ്ങുക. അപ്പോൾ പിന്നെ എനിക്ക് ക്ലീനിങ് എന്നും പറഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അധികം സൗണ്ടൊന്നും കേൾപ്പിക്കാൻ പറ്റത്തില്ല. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചേ കൈ ഒന്ന് പെയിൻ്റ് അടിച്ചേക്കാന്ന്. കുറേ നാളായിട്ടോ ഞാൻ ഈ പരിപാടി ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു. എന്നാ പറയാനാ, ഓരോ ദിവസവും നാളെയാട്ടെ എന്ന് പറഞ്ഞ് പോകുന്നതല്ലാതെ ഈ പരിപാടിക്കുള്ള സമയം കിട്ടാറില്ല. എനിക്ക് കയ്യിൽ നെയിൽ പോളിഷ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി കേട്ടോ. പിള്ളേരൊക്കെ ആവുന്നിടം വരെ അത്യാവശ്യം എന്നും തന്നെ നീറ്റായിട്ട് നഖം കൊണ്ടാടുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇപ്പം നെയിൽ പോളിഷുകളെല്ലാം ഇങ്ങനെ അവിടെ കുമിഞ്ഞുകൂടി ഇരിക്കുന്നതല്ലാതെ അതൊന്ന് മാറ്റിയിടാനോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊന്നും ഇടാനോ ഒന്നും ഉള്ള സമയം കിട്ടാറില്ല കേട്ടോ. പിന്നെ ഭയങ്കര മടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ബ്യൂട്ടി സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങൾ ചെയ്യണേനും എനിക്ക് അത്യാവശ്യം നല്ല മടിയുള്ള കൂട്ടത്തിലാട്ടോ. പക്ഷേ നെയിൽ പോളിഷ് എന്താണോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ കുറച്ച് നാളായിട്ട് അതിനും സമയം കിട്ടാറില്ല. എന്തായാലും ഇന്ന് അതൊന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പം പിള്ളേർക്ക് കുറച്ച് ഹോംവർക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഇരുന്നു. ദൈവം അനുഗ്രഹിച്ച് മൂത്തവൻ തന്നെ ചെയ്തു കേട്ടോ. പക്ഷേ ഇളയതിന് നമ്മൾ കൂടെ ഇരിക്കണം. കുഞ്ഞല്ലേ, 2ാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളൂ. പതിയെ ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവനെ ഇച്ചിരി തമാശടിയിൽ കൂടുതലാണ്. പിന്നെ കുട്ടിസിന് എഴുന്നേറ്റ് നിന്നപ്പം ഞങ്ങൾ ഇച്ചിരി പൊറോട്ടയും ബീഫ് ഫ്രൈയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലാവിഷായിട്ട് എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു. ഇങ്ങനെ എല്ലാവരും കൂടെ അത്താഴത്തിന് കൂടുതലുണ്ടാവുക എന്ന് പറഞ്ഞൊരു സന്തോഷമാണ് കേട്ടോ. അതങ്ങനെ നമുക്ക് അധികം കിട്ടാറുമില്ല. അപ്പോൾ കിട്ടുമ്പം എന്തായാലും കാര്യമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിള്ളേർ ഹാപ്പി, ഞാൻ അതിൽ ഹാപ്പി. പിന്നെ കുട്ടിസിൻ്റെ കാര്യം പറയണ്ടല്ലോ, നല്ല ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളി ഡബിൾ ഹാപ്പി. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.